യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ലൈംഗിക പീഡന പരാതിയിൽ പോലീസ് അന്വേഷണം അതീവ നാടകീയമായ തലങ്ങളിലേക്ക് നീങ്ങുകയാണ്. രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്ന ഈ കേസിൽ രാഹുലിനെ കൊടുക്കാൻ സർക്കാർ സംവിധാനങ്ങൾ സകല സന്നാഹങ്ങളും ഉപയോഗിക്കുന്നു എന്ന ആരോപണം ശക്തമാകുന്നതിനിടയിലാണ് കഴിഞ്ഞ ദിവസം അടൂരിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ നടന്ന പോലീസ് പരിശോധന വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചത്. ബുധനാഴ്ച ഉച്ചയ്ക്ക് 1:30 പത്തനംതിട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം അടൂരിലെ രാഹുലിന്റെ വീട്ടിലെത്തിയത് അപ്രതീക്ഷിതമായിരുന്നു. എന്നാൽ കേവലം 10 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ച ഈ പരിശോധന വെറുമൊരു പ്രഹസനമായിരുന്നുവെന്നും വീട്ടിലുണ്ടായിരുന്ന രാഹുലിന്റെ അമ്മയെയും സഹോദരിയെയും മാനസികമായി പീഡിപ്പിക്കാനും ഭയപ്പെടുത്താനും വേണ്ടി ബോധപൂർവം ആസൂത്രണം ചെയ്ത ഒന്നാണെന്നും പരക്കെ ആക്ഷേപം ഉയർന്നു കഴിഞ്ഞു. വീട്ടിലെത്തിയ പോലീസ് സംഘം രാഹുലിന്റെ മുറിയിൽ എന്തോ വലിയ തെളിവുകൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടെന്ന ഭാവത്തിലാണ് അകത്തേക്ക് കയറിയത്. കേസിൽ നിർണായകമാകുമെന്ന് പോലീസ് കരുതുന്ന രാഹുലിന്റെ ലാപ്ടോപ്പ് കണ്ടെത്തുകയായിരുന്നു ഈ പരിശോധനയുടെ പ്രധാന ലക്ഷ്യം. എന്നാൽ വീടിന്റെ ഓരോ കോണിലും പരിശോധന നടത്തിയെങ്കിലും ലാപ്ടോപ്പ് കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ല. വീട്ടുകാരോട് മാന്യമായി സംസാരിക്കാനോ കാര്യങ്ങൾ ചോദിച്ചറിയാനോ തയ്യാറാകാതെ മുറിയിലെ അലമാരകളും വസ്ത്രങ്ങളും മറ്റും വലിച്ചുവാരി പരിശോധിച്ച ശേഷം 10 മിനിറ്റിനുള്ളിൽ തന്നെ സംഘം മടങ്ങുകയായിരുന്നു.